അമ്പലപ്പുഴ കക്കായം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭൂമി ഇടപാടിൽ ക്രമക്കേട് ആരോപിച്ച് ഇഡിക്ക് പരാതി. CPM ഭരണസമിതി നടത്തിയ ഭൂമി ഇടപാടാണ് വിവാദത്തിലായത്. ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ആർസിന് 31 ലക്ഷം രൂപയ്ക്ക് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തപ്പോൾ ഇതിനോട് ചേർന്നുള്ള നാട്സ് വസ്തു സ്വകാര്യ വ്യക്തിക്ക് വിറ്റത് 4-1 വിലയ്ക്കെന്ന് പരാതി. ഇതേസമയം ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 സെൻറ്റ് ഭൂമി സമീപവാസി കൈവശത്തിൽ വിട്ടു നൽകിയതായും കോടികളുടെ ക്രമക്കേടാണ് ബാങ്കിൽ ഭൂമി ഇടപാടിലൂടെ നടന്നിട്ടുള്ളതെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അമ്പലപ്പുഴ കാക്കാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിൽ ദേശീയപാതയോരത്തുണ്ടായിരുന്ന 15.5 സെന്റ് ഭൂമിയുടെ ഇടപെടലിൽ കോടികളുടെ നഷ്ടം ബാങ്കിനുണ്ടായി എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി ബോധപൂർവം വരുത്തിയ വീഴ്ചയാണ് നഷ്ടത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട്. CPM അമ്പലപ്പുഴ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി A. ഓമനക്കുട്ടനാണ് ഭരണസമിതി പ്രസിഡന്റ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പുന്നപ്ര സ്വദേശി രാജു ഇഡിക്ക് പരാതി നൽകിയത്. 15.5 സെന്റ് ഭൂമിയിൽ 3 സെന്റ് 186 ചതുരശ്ര റിംഗ് ഭൂമി ദേശീയപാത വികസനത്തിന് ഏറ്റെടുത്തപ്പോൾ പ്രതിഫലമായി ലഭിച്ചത് ഒരു ആർസിന് 31 ലക്ഷം രൂപ പ്രകാരമായിരുന്നു. എന്നാൽ ശേഷിച്ച 12 സെന്റ് ഭൂമിയിൽ 10 സെന്റ് ബിനു ജോസഫ് എന്ന വ്യക്തിക്ക് വിറ്റപ്പോൾ ആകെ ലഭിച്ചത് 32 ലക്ഷം രൂപയും. ഇതിൽ നികുതി ഇനത്തിലോ അല്ലാതെയോ തട്ടിപ്പ് നടന്നതായി വ്യക്തം. ഇതേസമയം ശേഷിച്ച 2 സെന്റ് ഭൂമിയും നിലവിൽ ബാങ്കിന്റെ കൈവശമില്ല. എന്നാൽ നടപ്പു സാമ്പത്തിക വർഷവും ബാങ്കിന്റെ പേരിൽ ഈ ഭൂമിയുടെ കരമടച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ 2 സെന്റ് ഭൂമി ബാങ്കിന്റെ ഉടമസ്ഥതയിലെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഭൂമി കൈവശമില്ലെന്ന് ഭരണസമിതി പറയുന്നു. സെന്റിന് 30 ലക്ഷത്തിലധികം വില വരുന്ന ഭൂമിയാണ് ഭരണസമിതിയുടെ അനാസ്ഥയിൽ അന്യാധീനപ്പെടുന്നത്. ഇത്തരത്തിൽ ഭൂമി കൈമാറ്റത്തിലൂടെ ദേശീയപാതയ്ക്ക് ആമുഖമായി ഉണ്ടായിരുന്ന ഭൂമി വിറ്റ് പകരം സൈറ്റ് കുറഞ്ഞ ഭൂമി വാങ്ങിയെന്നും ആക്ഷേപം നിലനിൽക്കുന്നു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.